നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പൊതുവെ 2024 തൊഴിൽ മേഖലകളിൽ വളരെയധികം ഉയർച്ചകളും അനുഭവങ്ങളും പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ 2-3 മാസമായിട്ട് ഒരു ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് ഇനി ഒരു വർഷത്തേക്ക് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം വേണ്ടി വരുവാനിടയുണ്ട്. ചില ജോലിക്കാരെ പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില ജോലിക്കാർക്ക് കൂടുതൽ സമയം പ്രയത്നിക്കാനുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ, മറ്റു ചിലർക്ക് പരിശീലനം നൽകേണ്ടതായ സാഹചര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം വേണ്ടി വരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സ്വയം നിശ്ചയിച്ച പല കാര്യങ്ങളിലും നല്ലതൊക്കെ ആണെങ്കിൽ പോലും പ്രായോഗികമല്ലാത്ത പല കാര്യങ്ങളുമായതുകൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്വല്പം മനസ്സിന് സമാധാനക്കേട് ഉണ്ടാകുമെങ്കിലും ഭാവിയിലേക്ക് ഇങ്ങനെ ആയിരിക്കും നല്ലതാവുക എന്ന നിർദ്ദേശങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. അസുഖങ്ങൾ പലതും പിടിപെടുവാനിടയുണ്ട്. ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് പകർച്ചവ്യാധി ആയിരിക്കാം, വേറെ ചിലർക്ക് ഭക്ഷ്യവിഷബാധയായിരിക്കാം. എന്തായാലും അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ 1-2 ദിവസം അവധി വേണ്ടി വരുവാനും ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജീവിത നിലവാരത്തിന് തകർച്ച ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കുവാനായിട്ട് കൂടുതൽ പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്തുള്ളവർക്ക് അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് ചിലർക്ക് ഓണാഘോഷം വേണ്ടെന്ന് വെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര പോലും മാറ്റിവെക്കുവാൻ പോലും യോഗം കാണുന്നതുമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ രേഖാപരമല്ലാത്ത കാര്യങ്ങളിലെല്ലാം നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അകാരണമായിട്ട് ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനിടയുണ്ട്. ചിലർക്ക് അമിത വൈദ്യുത പ്രവാഹത്തോടായിരിക്കാം, മറ്റു ചിലർക്ക് ചില അബദ്ധങ്ങളെ കൊണ്ടായിരിക്കാം. എന്തായാലും ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുവാനും മാറ്റി വാങ്ങുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടാകും എന്ന ധാരണയോടുകൂടി ഏറ്റെടുത്ത പല കാര്യങ്ങളിലും ക്ഷീണാവസ്ഥകൾ വന്നു ചേരുന്നത് വഴി വളരെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും വന്നു ചേരുകയും എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉദ്ധരിക്കുവാനുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാനും ഇടയുണ്ട്. ഈ ഒരു മാസത്തിൽ 8 മണിക്കൂറിന് പകരം 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിധിയെ കുറ്റം പറയാതെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായും ദീർഘവീക്ഷണത്തോടുകൂടിയും പ്രയത്നിക്കാനുള്ള തീരുമാനം തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാത്ത പക്ഷം പിന്നെയും അബദ്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗത്തിൽ അതീവ ദുഃഖം അനുഭവപ്പെടുവാനിടവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഗ്രഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം അബദ്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. മേലധികാരി മറ്റു ജോലി നേടിപ്പോയതിനാൽ മേലധികാരികളുടെ ചുമതലകൾ പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ദേവാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഒരുപക്ഷെ അവധി ലഭിക്കാത്ത സാഹചര്യങ്ങളെ കൊണ്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ അവിടെ നാട്ടുകാരെ ഉൾപ്പെടുത്തിയും
സുഹൃത്തുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം മംഗളകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ഇടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും. സ്വയംഭരണാധികാരം ഏൽപ്പിച്ചതിനാൽ ഏറ്റെടുക്കുന്നത് വഴി ഒരുപക്ഷെ വളരെയധികം ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഗുണകരമല്ലാത്തതുമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുവാനും യോഗ പരിശീലനത്തിന് തയ്യാറാകുവാനും ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ അത്ര തന്നെ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും 2026 ഓഗസ്റ്റ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പിന് തക്കവണ്ണമുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാനും ഒരുപക്ഷെ ഒരു കർഷകന്റെ സഹായ സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. ആദരണീയ സ്ഥാനം ലഭിക്കുവാനിടവരുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും തീരുമാനിച്ച കരാർ ജോലികളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഏറ്റെടുത്ത ദൗത്യം അന്തിമ നിമിഷത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ്. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനായിട്ട് യാത്രകളെല്ലാം ഒരുപക്ഷെ വേണ്ടെന്ന് വെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിന്റെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണത്തിന് തയ്യാറാകുവാനിടവരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന്റെ ഭാഗമായിട്ട്, ഒരുമിച്ച് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മുൻകോപം നിയന്ത്രിച്ചുകൊണ്ട് ആത്മസംയമനത്തോടുകൂടി എല്ലാത്തിലും മിതത്വം പാലിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വർഷങ്ങളായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി ജന്മനാട്ടിൽ വന്ന് ജോലി ചെയ്താലോ, ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. എന്നാൽ അതിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാര മേഖലയിൽ നിന്ന് പിന്മാറി ജോലിക്ക് നാട്ടിലോ അല്ലെങ്കിൽ മറ്റു വികസിത രാഷ്ട്രത്തിലോ അപേക്ഷകൾ നൽകുവാൻ തീരുമാനിക്കും. ഒരു പക്ഷേ അതിന്റെ ഒരു ഭാഗമായിട്ട് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പല വിധത്തിലുള്ള സമാധാനക്കേട്, സ്വസ്ഥതക്കേട്, ആധി എന്നിവ വർദ്ധിക്കുന്നത് വഴി പരീക്ഷ ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. മറ്റു ചിലർക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിച്ചാൽ പോലും ദൂരദേശത്തുള്ള വിദ്യാലയത്തിലായതുകൊണ്ട് സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നിരുന്നാൽ പോലും ഒരു ഉയർന്നു വരുന്ന വിദ്യാലയമായതുകൊണ്ട് അവിടെ ചേരുവാൻ തീരുമാനിക്കുന്നത് വളരെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഒരു വർഷത്തേക്ക് സ്വല്പം ബുദ്ധിമുട്ടുകൾ വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ഉപരിപഠനത്തിൽ ചേരുക തന്നെ ആയിരിക്കും, അഥവാ ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ഭാവനകൾ യാഥാർത്ഥ്യമാകുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ ഗൃഹത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോകാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടിവരും. വ്യവസ്ഥകൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും
വിചാരിച്ച പോലെ ഒരു അംഗീകാരങ്ങളൊക്കെ കുറയുവാനാണ് യോഗമുള്ളത്. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. എന്നാൽ ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുവാനും ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും മറ്റു ചിലർക്ക് സാംക്രമിക രോഗങ്ങളെ കൊണ്ട് വിമ്മിഷ്ടം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആധുനിക കൃഷി രീതികൾ അവലംബിക്കുവാനായിട്ട് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും വന്നു ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് അന്വേഷണത്തിന് വേണ്ടി വരുവാനിടയുണ്ട്. അഭിപ്രായ വ്യത്യാസത്താൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. പുത്രപൗത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കാൻ തക്കവണ്ണം ജന്മനാട്ടിലെത്തിച്ചേരുവാനും മറ്റു ചിലർക്ക് മറ്റ് വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേരുവാനും സാധ്യത കാണുന്നുണ്ട്. അധികൃതരുടെ പ്രത്യേക പരിഗണന നിമിത്തം ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുകയും ഒരുപക്ഷെ അതിന് അനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒക്കെ ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രവൃത്തി പരിചയം നേടുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം മാറി പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗുരുപദേശത്താൽ പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും. അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നീതിബോധത്തോടുകൂടിയതായിട്ടുള്ള സമീപനവും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങളും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള പല ആശയങ്ങളും വീണ്ടെടുക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ക്ഷമയോടുകൂടിയും യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും. ഉപഭോക്താവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് അതാത് വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിക്കും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗം കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമം ദിവസവും ചെയ്യുക എന്ന സങ്കല്പത്തോടുകൂടി യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും തിരസ്കരണ മനോഭാവം ഉള്ള ചില ബന്ധുമിത്രാദികളുടെ സമീപനത്താൽ മാറി താമസിക്കാൻ പോലും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. മേലുദ്യോഗസ്ഥന്റെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങളായതുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കുവാനും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹക വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പലപ്പോഴും സംശയാസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് ഒരുപക്ഷെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളായിരിക്കാം. അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത പോലും ആയിരിക്കാം. എന്തായാലും അന്തിമ നിമിഷത്തിലെല്ലാം ശുഭകരമാക്കി തീർക്കുവാനും പൂർണ്ണതയിലെത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുവാനും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.